ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പാത്തൂസ് ബ്യൂട്ടി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനിതാ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് ഞാൻ കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാ തലേദിവസം അരച്ച മാവായിരുന്നു. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനിടയിൽ മാവിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2 ദിവസത്തിനുള്ളതാണ് കേട്ടോ അരച്ച് വെക്കാറ്. ദോശക്കും ഇഡ്ഡലിക്കാണ് അധികം അരക്കാറ്. അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാറാണ്. പിന്നെ ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മാറ്റി വെക്കുകയാണ്. അങ്ങനെ ബാക്കി ഞാൻ മാവ് കലക്കിയിട്ട് ഞാൻ ഇഡ്ഡലിക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തട്ടിൽ മാവൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് നേരെ അടച്ചു വെച്ചു. പിന്നെ അതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിയാൻ വിചാരിച്ചു. അപ്പോൾ അതിനിടയിൽ ഞാൻ വെണ്ടക്ക ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വാട്ടി കൊടുക്കുകയാണ്. ഞാൻ ചിലപ്പോൾ സാമ്പാർ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കാറ്. പിന്നെ ഞാനിത് അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഉണ്ടായിരുന്നു. പുളി ഒന്ന് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചുടുവെള്ളം ഒഴിച്ചിട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഞാനിത് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തു. പിന്നെ ഞാൻ കുമ്പളങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പൊതുവേ സാമ്പാറിന് എല്ലാ കഷ്ണങ്ങളൊന്നും എല്ലാ പച്ചക്കറികളൊന്നും ഇടാറില്ല. ചെറുതായിട്ടൊക്കെ ഇടാറുള്ളൂ. കാരണം ഇവിടെ കുട്ടികൾക്കൊന്നും പച്ചക്കറി വല്ലാതെ ഇഷ്ടമല്ല. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മുളക് അതുപോലെ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഞാൻ പാത്രത്തിലേക്ക് ഇടുകയാണ്. മാവ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ തട്ടിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കാറുണ്ട് കേട്ടോ. അതോട്ട് പെട്ടെന്ന് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ ഇഡ്ഡലിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ കഷ്ണങ്ങൾ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വറവിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറെല്ലാം സെറ്റായി. പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പാത്തൂന് ഇന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ അതും സാമ്പാറും ആക്കി കൊടുത്തു. അങ്ങനെ അവളെ ലഞ്ച് ബോക്സിൽ ഞാൻ ഇഡ്ഡലിയും സാമ്പാറാണ് ആക്കി കൊടുത്തത്. പിന്നെ സ്നാക്സ് ആയിട്ട് അവൾക്ക് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ആക്കി കൊടുത്തത്. അങ്ങനെ അതെല്ലാം അവിടെ സെറ്റായിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ പെട്ടെന്ന് തന്നെ അവരെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മദ്രസ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ടേബിളുമ്പോൾ അങ്ങനെ ഇരിക്കാറില്ല, വല്ലപ്പോഴേ ഇരിക്കാറുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. മോൻ ആദ്യം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ പാത്ത് എടുത്തിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ രാവിലത്തെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.